students, welcome to Bosco Campus Vision. I am Lakshmi VS, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 17th lecture on banking and insurance. This lecture is based on banking, which is the first module in the subject banking and insurance for semester 4 students of BCom. In previous lecture, we were discussing about the topic credit creation, and in this lecture, we are going to continue with the same topic, that is credit creation. നമ്മൾ ക്രെഡിറ്റ് ക്രിയേഷനിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രൈമറി ഡെപ്പോസിറ്റും ഡെറിവേറ്റീവ് ഡെപ്പോസിറ്റും ഡിസ്കസ് ചെയ്തു. ആൻഡ് നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ ടോപ്പിക് വേരിയസ് വേസ് ഓഫ് ക്രിയേറ്റിംഗ് മണി. ഫസ്റ്റ് വൺ ഈസ് ലോൺസ് ആൻഡ് അഡ്വാൻസസ്. Banks provide credit facilities to businessmen by way of loans and advances, overdraft and cash credit. When a loan is granted or overdraft is sanctioned, the amount of loan or overdraft is entered in the account of the customer and he is allowed to draw checks up to the amount agreed upon. Bank creates a deposit in the name of the borrower. Banks can create more credit by making more loans and advances. Banks ലോൺ ആയിട്ടും അഡ്വാൻസസ് ആയിട്ടും ഓവർഡ്രാഫ്റ്റ് ആയിട്ടും ക്യാഷ് ക്രെഡിറ്റ് ആയിട്ടും ബിസിനസ്മെന്നിന് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു ലോൺ ഗ്രാൻറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഓവർഡ്രാഫ്റ്റ് സാങ്ഷൻ ചെയ്യുമ്പോൾ ആ ലോണിൻ്റെ അല്ലെങ്കിൽ ഓവർഡ്രാഫ്റ്റിൻ്റെ എമൗണ്ട് കസ്റ്റമറിൻ്റെ അക്കൗണ്ടിൽ എൻട്രി ചെയ്യുന്നു, അതായത് കസ്റ്റമറിൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നു. ആൻഡ് ഈ ലോണിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഓവർ ഡ്രാഫ്റ്റിൻ്റെ എമൗണ്ട് എത്രയാണോ ആ എഗ്രി ചെയ്തിരിക്കുന്ന എമൗണ്ട് വരെ ചെക്ക് യൂസ് ചെയ്ത് ഈ പേഴ്സണിന്, ഈ ലോൺ അനുവദിച്ചിരിക്കുന്നത് ഏത് പേഴ്സണിനാണോ ആ പേഴ്സണിന് എമൗണ്ട് വിഡ്രോ ചെയ്യാവുന്നതാണ്. ബോറോവറിൻ്റെ പേരിൽ ഒരു ഡെപ്പോസിറ്റ് ബാങ്ക് ക്രിയേറ്റ് ചെയ്യുന്നു. ആൻഡ് ബാങ്ക്സിന് ലോൺസ് ആൻഡ് അഡ്വാൻസസ് കൂടുതൽ അലോ ചെയ്തുകൊണ്ട് കൂടുതൽ ക്രെഡിറ്റ് ക്രിയേറ്റ് ചെയ്യുവാനായിട്ട് കഴിയും. Second one is discounting of bills. When a bank discounts a bill of exchange, the net proceeds of the bills are generally not paid to the discounter in cash. അതായത് ഒരു ബാങ്ക് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ, ബിൽ ഓഫ് എക്സ്ചേഞ്ച് നമുക്കറിയാവുന്നതാണ്, ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ബാങ്ക് ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ ആ ബില്ലിൻ്റെ നെറ്റ് പ്രൊസീഡ്സ് അത് ഡിസ്കൗണ്ടർക്ക് ക്യാഷിൽ പേ ചെയ്യില്ല. അതായത് ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് അതിൻ്റെ മെച്യൂരിറ്റി ഡേറ്റ് എത്തുന്നതിന് മുൻപ് ബാങ്കിൽ പ്രൊഡ്യൂസ് ചെയ്ത് അതിൻ്റെ നെറ്റ് പ്രൊസീഡ്സ് റിസീവ് ചെയ്യുകയാണ് എങ്കിൽ ആ ഡിസ്കൗണ്ടർക്ക് ആ ഒരു ക്യാഷ് ജനറലി പേ ചെയ്യില്ല. ജസ്റ്റ് ക്രെഡിറ്റഡ് ടു ദ ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഓപ്പൺഡ് ഇൻ ദ നെയിം ഓഫ് ദ ഡിസ്കൗണ്ടർ. ബാങ്ക് ഈ ഡിസ്കൗണ്ടറിൻ്റെ നെയിമിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയും ആ അക്കൗണ്ടിലേക്ക് ഈ എമൗണ്ട്, ഈ ഒരു ബില്ലിൻ്റെ നെറ്റ് പ്രൊസീഡ്സ് ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യും. ഡിസ്കൗണ്ടർ ക്യാൻ മേക്ക് യൂസ് ഓഫ് ദ ഡെപ്പോസിറ്റ് ബൈ ഇഷ്യൂയിങ് ചെക്സ്. ആൻഡ് ഈ ഡിസ്കൗണ്ടർക്ക് ഈ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ടിൻ്റെ ലിമിറ്റ് വരെ ചെക്ക് ഇഷ്യൂ ചെയ്തുകൊണ്ട് ഈ ഡെപ്പോസിറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. അതായത് ചെക്ക് യൂസ് ചെയ്ത് ഈ എമൗണ്ട് വിഡ്രോ ചെയ്യാവുന്നതാണ്. വെൻ എ ബിൽ ഇസ് ഡിസ്കൗണ്ടഡ്, അഡീഷണൽ സപ്ലൈ ഓഫ് മണി അറൈസസ് ഇൻ ദ കൺട്രി. അതായത് ഒരു ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുമ്പോഴേക്കും നമ്മുടെ രാജ്യത്ത് അഡീഷണൽ സപ്ലൈ ഓഫ് മണിയാണ് അറൈസ് ചെയ്യുന്നത്. അതായത് മണിയുടെ ഒരു അഡീഷണൽ സപ്ലൈ ആണ് അറൈസ് ചെയ്യുന്നത്. ബാങ്ക്സ് ക്യാൻ ക്രിയേറ്റ് മണി ബൈ ഡിസ്കൗണ്ടിങ് ബിൽസ് ഓഫ് എക്സ്ചേഞ്ച്. ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് ഡിസ്കൗണ്ട് ചെയ്തുകൊണ്ട് ബാങ്കിന് മണി ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. തേർഡ് വൺ ഈസ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. എ കൊമേഴ്ഷ്യൽ ബാങ്ക് ഓൾസോ ക്രിയേറ്റ്സ് എ ഡെപ്പോസിറ്റ് ബൈ മേക്കിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ സെക്യൂരിറ്റീസ് ലൈക്ക് ഗവൺമെൻറ് ബോണ്ട്സ്, ഷെയർസ്, ഡിബഞ്ചേഴ്സ്. അതായത് ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിന് ഗവൺമെൻറ് ബോണ്ട്സ്, ഷെയർസ്, ഡിബഞ്ചേഴ്സ് ഇതുപോലെയുള്ള സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയും ഡെപ്പോസിറ്റ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. വെൻ എ ബാങ്ക് ബൈസ് സം സെക്യൂരിറ്റീസ് ഇൻസ്റ്റെഡ് ഓഫ് പേയിങ് ക്യാഷ്, it opens a deposit account in the name of the seller of securities and credits the deposit account with the price of the securities purchased. അതായത് ബാങ്ക് സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യുമ്പോൾ ക്യാഷ് പേ ചെയ്യുന്നതിന് പകരം ബാങ്ക് ഒരു ഡെപ്പോസിറ്റ് അക്കൗണ്ട് സെക്യൂരിറ്റീസിൻ്റെ സെല്ലറിൻ്റെ നെയിമിൽ ഓപ്പൺ ചെയ്യുകയും ഈ പർച്ചേസ് ചെയ്ത സെക്യൂരിറ്റീസിൻ്റെ പ്രൈസ് ആ ഡെപ്പോസിറ്റ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. Fourth one is creation of money by purchasing fixed assets. When a bank purchases a fixed asset, say a building for its own use, usually it does not pay the seller of the fixed asset in cash.
It simply opens a deposit account in the name of the seller and credits the deposit account with the price of the fixed asset purchased. അതായത് ഒരു ബാങ്ക് ഒരു ഫിക്സ്ഡ് അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഒരു ബിൽഡിംഗ് സ്വന്തം ആവശ്യത്തിനായിട്ട് പർച്ചേസ് ചെയ്യുകയാണ് എങ്കിൽ ആ ഒരു കേസിൽ, ആ ഒരു ഫിക്സ്ഡ് അസറ്റ്സിൻ്റെ കേസിൽ ആ ഫിക്സ്ഡ് അസറ്റിൻ്റെ പർച്ചേസ് എമൗണ്ട് ക്യാഷ് ആയിട്ട് പേ ചെയ്യില്ല. പകരം സെല്ലറിൻ്റെ പേരിൽ ഒരു ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയും പർച്ചേസ് ചെയ്ത ഫിക്സ്ഡ് അസറ്റിൻ്റെ പ്രൈസ് ആ ഡെപ്പോസിറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യും. ദ സെല്ലർ ഓഫ് ദ ഫിക്സ്ഡ് അസറ്റ് ക്യാൻ യൂസ് ദ ഡെപ്പോസിറ്റ് ഫോർ എനി പർപ്പസ് ഹി വോണ്ട്സ് ബൈ ഇഷ്യൂയിങ് ചെക്സ്. ഫിക്സഡ് അസറ്റിൻ്റെ സെല്ലർക്ക് ഈ ഡെപ്പോസിറ്റ് എമൗണ്ട് എന്ത് പർപ്പസിന് വേണ്ടിയും ചെക്ക് ഇഷ്യൂ ചെയ്തുകൊണ്ട് ഉപയോഗിക്കാവുന്നതാണ്. The balance portion of credit creation will be discussed in the coming lectures. Thank you.